എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ് നോക്കാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് നമുക്ക് 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു കൂട്ടായ്മയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സുകൾക്ക് പോയിട്ട് അതിനെക്കുറിച്ച് അറിവ് നേടുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു എന്തെങ്കിലും കോഴ്സിന് ചേരാൻ അഡ്മിഷൻ കിട്ടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കരകൗശലമായ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതിനോ എന്തെങ്കിലും ട്രെയിനിങ് നേടുന്നതിനോ ഒക്കെ ആയിട്ടുള്ള പരിശ്രമം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദമായി പഠിച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗുരുസ്ഥാനത്തുള്ള ആളുകളുമായിട്ട് ഒരു അഭിപ്രായം തേടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇതേക്കുറിച്ച് അറിവുള്ള ആരുടെ അടുത്തെങ്കിലും ഒരു അഭിപ്രായം തേടുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ഈ കാര്യവുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളുടെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും നല്ലതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ഡെത്ത് കാർഡാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡെത്തായി എൻഡായിട്ട് വേറൊരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങളെ മൈൻഡിൽ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് പുതിയൊരു മാർഗം തേടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മോശം സമയം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. അത് കൂടുതൽ ആളുകൾക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പുതിയൊരു കാര്യം തിരഞ്ഞെടുത്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ത്രീ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരുന്നത്. വളരെ വേദനാജനകമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. ആ ഒരു വേദനയിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് കടന്നുപോയൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ എൻ്റെ ആയിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടായിരുന്ന ആ മാനസികമായ വേദന അല്ലെങ്കിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രോബ്ലം ഇപ്പോൾ എൻ്റെ ആവുകയാണ്. അതെൻ്റായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് പുതിയ ഒരു കാര്യത്തിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ആ മാനസികമായിട്ടുണ്ടായിരുന്ന വേദന അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറുകയാണ്. നിങ്ങളുടെ മൈൻഡിനെ വേറൊരു കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. നമുക്കുണ്ടായിരുന്ന ബാഡ് സിറ്റുവേഷൻ അവിടെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ഇനി മുന്നോട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പതിയെ മാറി ഒരു പുതിയൊരു തെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡബിൾ കാർഡ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഈ ഡബിൾ കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റും ശരിയും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നിരിക്കാം ഇത്ര നാൾ കടന്നു പോയിരുന്നത്. നിങ്ങൾക്കറിയില്ലായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോൾ ഒരു തെറ്റായ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഡബിൾ കാർഡ്, എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു എനർജി മാറുകയാണ്. അതാണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതാണ് നിങ്ങളെ കൊണ്ടു നടന്നിരുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടി പോയിരുന്ന ആൾക്കാരുണ്ടാവാമായിരിക്കാം. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചെയ്യുന്ന അത്ര എഫേർട്ട് പോലും മറ്റുള്ള ആൾക്കാർ ചെയ്യാഞ്ഞിട്ടും അവർക്ക് റിസൾട്ട് കിട്ടുന്നു, പക്ഷേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പെയിനിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം ഉള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഡബിൾ എനർജി അല്ലെങ്കിൽ ഒരു മോശമായ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എൻഡായിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ത് തിരഞ്ഞെടുത്താലാണ് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം കിട്ടുന്നു, അല്ലെ കൂടുതൽ നിങ്ങളെ എൻജോയ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത് ഏത് ചൂസ് ചെയ്താലാണ് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മാലാഖ ഒരു കപ്പുമായിട്ട് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴികളുണ്ട്. ആ വഴികൾ നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജി, ആ എനർജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. നിങ്ങളുടെ പാത നിങ്ങൾ തന്നെ തെളിയിച്ച് കൊണ്ടുപോകണം. ഒരു വഴി കാട്ടാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിനാണെങ്കിൽ നിങ്ങൾക്കൊരു വഴി കാട്ടിത്തരാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ പാതയിൽ മുന്നോട്ട് പോകണം. ഇതാണ് തരുന്ന ഗൈഡൻസ്. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്പിരിച്വലി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം നമ്മൾ ഒരു സ്പിരിച്വലി കുറച്ച് കൂടുതലായിട്ട് അവയർനെസ് വരികയും സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആവുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത്. നിങ്ങളുടെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മ എത്രയും പെട്ടെന്ന് ഹീലായി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ
നിങ്ങളൊരു വെളിച്ചത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് കർമ്മ ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാ ടെൻഷനും പ്രഷറും സ്ട്രെസ്സും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ഈ സ്പിരിച്വലി കൂടുതൽ അവേക്കൻ ആവണതിന് മുന്നോടിയായിട്ടുണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളത് കൺട്രോൾ ചെയ്ത് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളും മെഡിറ്റേഷനുകളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വലി കുറച്ചുകൂടി ഡെവലപ്പ് ആയി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് നമ്മളൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചില ആളുകളുടെ മനസ്സിൽ വരാം. അതിന് കാരണം ഇതാണ്, നിങ്ങൾ കുറച്ചും കൂടി ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങളെ കുറച്ചും കൂടി പവറാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സോളിനെ കുറച്ചും കൂടി പ്യൂരിറ്റി ആക്കാനും നിങ്ങളെന്ന വ്യക്തിയെ കുറച്ചും കൂടി പവർഫുൾ ആക്കാനും വേണ്ടി യൂണിവേഴ്സ് തരുന്നൊരു പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അത് നിങ്ങളെല്ലാ വിധത്തിലും ഉൾക്കൊള്ളാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങളിലേക്ക് വരണം. അതിനു മുന്നുള്ള പരീക്ഷണങ്ങൾ, അതിനു മുമ്പുള്ള നിങ്ങൾക്ക് അനുഭവങ്ങൾ, അതാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ കാരണം ഇതാണെന്നുള്ളത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനും പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് വളരെയധികം എന്താ പറയുക, അംഗീകരിക്കപ്പെടുകയും സന്തോഷം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഉണ്ടാവുന്ന ഒരു വിജയം. നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സംതൃപ്തമായിരിക്കും. ഫാമിലി മാറ്റേഴ്സിലെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ, ഫാമിലി റിലേഷൻഷിപ്പ് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം ഫാമിലിയോടൊത്തിരിക്കാനും അവരോടൊത്ത് എൻജോയ് ചെയ്യാനും എല്ലാ അവസരങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% റിസൾട്ട് ഇന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് 100% റിസൾട്ടും അതിനൊരു അപ്രീസിയേഷനും അംഗീകാരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ നെഗറ്റീവ്സും മാറി നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.